ഹായ്, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും സുഖമാണോ? ഞാനിന്ന് വന്നിരിക്കുന്നതേ നല്ലൊരു ലഞ്ച് പ്രിപ്പറേഷനായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ മെയിൻ ഐറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മത്തിയാണ്. ഇന്ന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് മോന് അവൻ്റെ കളിയൊക്കെ തുടങ്ങി. അപ്പോൾ അവൻ ഓക്കെയാണ്. ഇനി നമുക്ക് നേരെ ഫുഡ് ഉണ്ടാക്കാൻ പോവാം കേട്ടോ. അപ്പോൾ ഇക്ക പോയിട്ട് കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ ഇന്ന് ഉപ്പേരിക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ചീരയാണ് കേട്ടോ. ഇവിടെ എല്ലാവർക്കും ചീര ഭയങ്കര ഇഷ്ടമാണ്, എനിക്കും നല്ല ഇഷ്ടമാണ് ചീര. അപ്പോൾ ഇന്നത്തെ മെനുവിൽ ചീര ഉപ്പേരിയും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ മത്തിക്കറി ഉണ്ടാക്കണം നോക്കാം. നല്ല ഈസി ആയിട്ടുള്ള മത്തിക്കറിയാണ് കേട്ടോ. എല്ലാവർക്കും നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുമേ. അപ്പോൾ കുഞ്ഞ മത്തിയാണ് കേട്ടോ, നല്ല നെയ്യുള്ള കുഞ്ഞ മത്തി, നല്ല ടേസ്റ്റ് ഉണ്ടാവുമായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ഉണ്ടാക്കി നോക്കാം. അതിനായിട്ട് ഞാൻ ആദ്യമേ കുറച്ച് പുളിങ്ങ എടുത്തിട്ട് നമ്മളെ ചൂടുവെള്ളം ഒഴിച്ച് വെച്ചാൽ അത് അവിടെ ഇരുന്ന് ആയിക്കോളുമല്ലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇത് സെറ്റാക്കുന്നതിൻ്റെ കൂട്ടത്തിലേ ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഞാനും കൂടെ ഉണ്ട് ഉമ്മ എന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂടെ തന്നെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. ഇതെന്താ? ഉള്ളി. ഇതെന്താ? തക്കാളി എവിടെ? തക്കാളി തക്കാളി എവിടെ? വെളുത്തുള്ളി എവിടെ? അവനിങ്ങനെ എൻ്റെ അടുത്ത് വന്നിരിക്കും കേട്ടോ. അവനിങ്ങനെ വെജിറ്റബിൾസിൻ്റെ പേരും എല്ലാം ഇങ്ങനെ ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്തിട്ട് അങ്ങനെ ഞങ്ങളങ്ങനെ ഇതാക്കും. അതാകുമ്പോൾ എനിക്കും ബോറടിക്കില്ല, അവന് എൻ്റെ അടുത്ത് ഉണ്ടാകും എന്നുള്ള പേടിയില്ല. കാരണം അല്ലെങ്കിൽ അവൻ എന്താ ചെയ്യുന്നത് എന്നൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് ടെൻഷനാണ്. ഇതാകുമ്പോൾ എൻ്റെ അടുത്ത ആളുണ്ടാവും ചെയ്യും. പിന്നെ അത് മാത്രമല്ല കേട്ടോ, ആദ്യമൊന്നും ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നില്ല. പിന്നെയാണ് കേട്ടോ ഞാൻ അവനെ ഇങ്ങനെ എൻ്റെ അടുത്ത് ഇരുത്തിയിട്ട് ഇതുപോലെ ഓരോരോ കാര്യങ്ങൾ സംസാരിക്കാനും എല്ലാം തുടങ്ങിയത്. ഇപ്പോഴാണ് അവന് ശരിക്ക് ഓരോരോ കാര്യങ്ങൾ മനസ്സിലാക്കി സംസാരിക്കാൻ തുടങ്ങിയത്. ആദ്യമൊക്കെ അവന് ഇങ്ങനത്തെ കാര്യങ്ങൾ വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. ഞാൻ അവനതൊന്നും ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ അവനെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ പാരൻസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മളെ കുട്ടികൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കും. സത്യം പറഞ്ഞാൽ കുട്ടികൾക്ക് ഇതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ ഭയങ്കര ക്യൂരിയോസിറ്റിയാണ് ശരിക്കും. പിന്നെ എൻ്റെ മുളകും കറിക്ക് ഞാൻ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാലേ വലിയ ഉള്ളിയിലെ പകുതിയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് വലിയ ഉള്ളിയുടെ. പിന്നെ ഒരു തക്കാളി, ഒരു പച്ചമുളക്, പിന്നെ 4-5 ഇല്ലി വെളുത്തുള്ളി. അപ്പം ഞാൻ 1/2 കിലോ മത്തിയിൽ നിന്ന് കുറച്ചെടുത്തിട്ടാണ് കേട്ടോ കറി വെക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഞാൻ എൻ്റെ ഇൻഗ്രീഡിയൻസ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ മത്തിയുടെ അളവിനനുസരിച്ച് കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്തോളൂ കേട്ടോ. പിന്നെ ഞാനിന്ന് മുളക് ഇട്ടത് ഒന്ന് വഴറ്റി വെക്കാന്നുള്ള രീതിയിലാണ് ഞാൻ വെല്ലുള്ളിയൊക്കെ എടുത്തിട്ടുള്ളത് കേട്ടോ. നല്ല അടിപൊളി കറിയാണ്. അതുപോലെ തന്നെ നല്ല ഈസിയാണ് കേട്ടോ അത് ഉണ്ടാക്കാൻ. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി കറിയാണ് കേട്ടോ. ഇനി നമുക്ക് കറി ഉണ്ടാക്കി തുടങ്ങാം കേട്ടോ. അതിനായിട്ട് നമുക്ക് ആദ്യം മൺചട്ടി ഉള്ളവർക്ക് മൺചട്ടിയിൽ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എൻ്റെ കയ്യിൽ മൺചട്ടി ഇല്ല, അപ്പം ഞാൻ ഫ്ലാറ്റിൽ വന്നിട്ട് മൺചട്ടി വാങ്ങിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ആദ്യം വേണ്ടത് ഈ ചട്ടി ചൂടായി കഴിഞ്ഞാൽ ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളി ഇടാം കേട്ടോ. ഉള്ളി ഒന്ന് വഴണ്ട് വരുന്ന വരെ ഒന്ന് നന്നായിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അതൊന്ന് വഴണ്ട് വന്ന് കഴിഞ്ഞതിന് ശേഷം വേണം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാനായിട്ട്. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തക്കാളിയും പച്ചമുളക്, അതുപോലെ തന്നെ വേപ്പില കേട്ടോ. വെളുത്തുള്ളി ഇപ്പം തന്നെ ആഡ് ചെയ്യണ്ട, അത് നമുക്ക് നമ്മൾ മീനിൻ്റെ കൂടെ ആഡ് ചെയ്യുക. അപ്പോഴാ ആ വെളുത്തുള്ളിയുടെ ആ ഒരു ടേസ്റ്റ് നമ്മളെ മീനിലേക്ക് വരുള്ളൂ. അപ്പോൾ ഇത് ഈ 3 സാധനങ്ങളും ആഡ് ചെയ്തതിൻ്റെ ശേഷം ഒന്നും കൂടെ നന്നായി വഴറ്റുക. പിന്നെ തക്കാളി ഇട്ടതിൻ്റെ ശേഷം ഉപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തക്കാളി വേഗം വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ഉപ്പ് ഇടാം കേട്ടോ.
ഇപ്പോൾ കുറച്ച് ഉപ്പിട്ടാൽ മതി. പിന്നെ അതിന് ശേഷം നമുക്ക് നോക്കിയിട്ട് ബാക്കി വേണമെങ്കിൽ ഉപ്പിടാം കേട്ടോ. ഉപ്പ് എല്ലാം ഇട്ടതിന് ശേഷം ഒന്ന് നന്നായിട്ട് വഴറ്റാം കേട്ടോ. വഴറ്റിയതിൻ്റെ ശേഷം നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇത് തക്കാളി ഒന്ന് സെറ്റായി വരട്ടെ കേട്ടോ. ഇപ്പോൾ നമ്മളുടെ തക്കാളി നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. അതൊക്കെ ഒന്ന് നമുക്ക് നന്നായിട്ട് ഉടച്ചു കൊടുക്കാം. ഉടച്ച് കൊടുത്തതിന് ശേഷം വേണം നമുക്ക് നമ്മളുടെ എന്ത് ചെയ്യാൻ പൊടികളൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പൊടികൾ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് എന്താ വെച്ചാൽ എരിവ് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു മുളകും കൂടി ആഡ് ചെയ്യാം കേട്ടോ, പ്രശ്നമില്ലേ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആദ്യമായിട്ട് ആഡ് ചെയ്യേണ്ടത് മുളകും പൊടി. അതിലേക്ക് ഞാൻ നല്ല മുളകും പൊടിയും ആഡ് ചെയ്യുന്നുണ്ട്, പ്ലസ് കാശ്മീരി മുളകും പൊടി ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾക്ക് ഇവിടെ എരിവ് അധികം പറ്റില്ല, അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ കൂടുതൽ കാശ്മീരി മുളകും പൊടി യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാ മുളകും പൊടി യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 1/2 സ്പൂൺ നല്ല മുളകും പൊടിയും 1 സ്പൂണ് കാശ്മീരി മുളകും പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ആഡ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കുക. പിന്നെ നമ്മൾ നേരത്തെ പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഒഴിച്ചു കൊടുക്കുക. ആദ്യം കുറച്ച് ഒഴിച്ച് കൊടുത്തതിൻ്റെ ശേഷം നമുക്ക് പുളി ഉണ്ടോ നോക്കിയതിൻ്റെ ശേഷം ബാക്കി ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ പുളിവെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ചിട്ട് അത് ഒന്ന് തിളച്ചോട്ടെ. എന്നിട്ട് നമുക്ക് അതിലേക്ക് ഇപ്പോൾ തിളച്ച് വരുന്നുണ്ട്, എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ 1 കപ്പ് വെള്ളം കേട്ടോ ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളത്. ആ 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായി തിളക്കണം. അതുവരെ നമുക്കതൊന്ന് മൂടി വെച്ച് തിളപ്പിക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് നമ്മളുടെ മത്തി ഫ്രൈക്കുള്ള മസാല സെറ്റാക്കി വെക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ വീണ്ടും പറയാണ്, നല്ല മുളകും പൊടി ഞാനിവിടെ 1/2 സ്പൂണാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ കാശ്മീരി മുളകും പൊടിയാണ് പിന്നെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. പിന്നെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂണ് എടുക്കുക. അതും ആഡ് ചെയ്തതിൻ്റെ ശേഷം പിന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നും ഒരിക്കലും സ്കിപ്പ് ചെയ്ത് നമ്മളുടെ മത്തി ഫ്രൈക്ക് വേണ്ട ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മളുടെ നാരങ്ങ ഉണ്ടല്ലോ, നാരങ്ങ നീരാട്ടോ. അപ്പോൾ നാരങ്ങ നീരും യൂസ് ചെയ്തു. പിന്നെ ഞാൻ അതിലേക്ക് ഉപയോഗിക്കുന്നത് ഉപ്പാണ് കേട്ടോ. അങ്ങനെ ഇതെല്ലാം ഉപയോഗിച്ചതിൻ്റെ ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. നല്ല കൈയൊക്കെ വെച്ച് നന്നായി മിക്സ് ചെയ്തിട്ട് എന്നിട്ട് എന്ത് ചെയ്യണം, ആളിനെ ഒരു 30 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ അത്രയും നല്ലത് കേട്ടോ. അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചാലാട്ടോ നമ്മളുടെ മീൻ ഫ്രൈ, അതായത് മീനുമൽക്ക് ആ മസാല എല്ലാം അതിലേക്ക് നന്നായി പിടിക്കുള്ളൂ. അതിനാണ് ഒരു 30 മിനിറ്റ്സെങ്കിലും അതവിടെ വെക്കണം എന്ന് പറയണത്. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്കത് അവിടെ വെക്കാം. അപ്പോഴത്തേക്കും നമ്മളെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതിൽ പുളിയും ഉപ്പും ഒക്കെ കറക്റ്റാണ്, അതെല്ലാവരും ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പം കണ്ടോ നന്നായി വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മളുടെ മത്തി ആഡ് ചെയ്യാം കേട്ടോ. മത്തി ആഡ് ചെയ്തതിൻ്റെ ശേഷം ഒന്ന് ചെറുങ്ങനെ നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ ശേഷം നമുക്ക് ഇത് വീണ്ടും തിളക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മളുടെ വെളുത്തുള്ളി, അത് ഇതിൻ്റെ കൂടെ ഇപ്പോഴാട്ടോ ആഡ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത് ഇത് മീൻ ഇട്ടതിൻ്റെ ശേഷം ആഡ് ചെയ്താൽ മതി എന്ന് പറഞ്ഞത്. അങ്ങനെ ഒന്നും കൂടെ ചെറുങ്ങനെ ഒന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് അത് അവിടെ അടച്ചു വെക്കുക. നമ്മളുടെ ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി കേട്ടോ. നമ്മൾ മത്തി വേവുന്ന വരെ അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ എൻ്റെ ചീരനെ സെറ്റാക്കാൻ പോവാണ്. ചീരോപ്പേരിയാണ് അടുത്ത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ചീര അരിയാൻ പോവാണ് കേട്ടോ. ചീര അരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തെ ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇമ്മ എനിക്ക് നല്ല വിശക്കുന്നുണ്ട് പറഞ്ഞ് വാട്ടർമെലൺ വേണം പറഞ്ഞ്. അങ്ങനെ അവനക്ക് വാട്ടർമെലൺ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആൾക്ക് വാട്ടർമെലൺ ഇഷ്ടമാണ്. പിന്നെ ഈ സമയത്ത് പ്ലേ സ്കൂളിൽ അവർ സ്നാക്സൊക്കെ കഴിക്കുന്നത് കൊണ്ടും ആ ഒരു വിശപ്പുണ്ടായിരിക്കാം. പിന്നെ സ്കൂളില്ലാതാകുമ്പോഴാണല്ലോ ഈ കളികളൊക്കെ കൂടും. അപ്പോൾ ഒരു വിശപ്പ് വേറെ തന്നെയാണല്ലോ. അങ്ങനെ അവന് വാട്ടർമെലൺ കട്ട് ചെയ്യുന്നത് ക്ഷമയോടു കൂടി കാണുകയാണ്. എത്രയും പെട്ടെന്ന് ഇത് കട്ട് ചെയ്തിട്ട് ഒന്ന് പാത്രത്തിലാക്കി തന്നാൽ മതി എന്നുള്ള രീതിയിലായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അവൻ്റെ വാട്ടർമെലൺ കിട്ടി അവൻ ഹാപ്പിയായി.
സോഫയിലൊക്കെ പോയിട്ട് സമാധാനത്തോട് കൂടിയിട്ട് ഇപ്പിയും മോനും കൂടിയിട്ട് ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ. അപ്പത്തിന് നമുക്ക് നമ്മളെ കറി ബാക്കി സെറ്റാക്കാം. ഇപ്പോൾ കണ്ടോ കറി നന്നായിട്ട് തിളച്ച് മീനൊക്കെ നന്നായിട്ട് വെന്തിട്ടോ. ഈ സമയത്ത് കുറച്ചും കൂടെ വേപ്പില ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ വേപ്പില പൊതുവേ എനിക്ക് വേപ്പില മനിയെന്നാണ് എൻ്റെ ഭർത്താവിനോട് പറയാം. വേപ്പില ആഡ് ചെയ്താലാണല്ലോ അതിൻ്റേതായ ഒരു ടേസ്റ്റ് ഉണ്ടാവുക. അതുകൊണ്ടാട്ടോ ഒന്നും കൂടെ അതിൻ്റെ മേലെ വേപ്പില വേപ്പിലിട്ടത്. അപ്പോൾ നമ്മൾ അടിപൊളി മത്തി മുളകിട്ടത് സെറ്റായിട്ടോ. ഇനി നമുക്ക് അടുത്ത് നമ്മുടെ ചീരപ്പേരി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ചീരപ്പേരി പിന്നെ എല്ലാവർക്കും അറിയുന്നതല്ലേ. നമ്മൾ ചട്ടി ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് കടുക് ഇടുക. കടുക് അതേപോലെ തന്നെ വേപ്പില. നിങ്ങൾക്ക് വേണമെങ്കിൽ ചുവന്ന മുളക് ആഡ് ചെയ്യാം കേട്ടോ. എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ടാണ് ഞാൻ ചുവന്ന മുളക് ഇടാത്തത്. പിന്നെ വേപ്പിലയും കൂടി ആഡ് ചെയ്തതിൻ്റെ ശേഷം പിന്നെ നമ്മളുടെ നല്ല ഫ്രഷ് ചീര ഇരുന്നു കേട്ടോ. അപ്പോൾ ആ ചീരയും കൂടി ആഡ് ചെയ്യാം കേട്ടോ. ഈ സമയത്ത് നമുക്കിതൊന്ന് മൂടി വെച്ചതിൻ്റെ ശേഷം ഇതിലേക്ക് ചമ്മന്തി ഉണ്ടാക്കാം കേട്ടോ. ചമ്മന്തിക്ക് തേങ്ങ, ചുവന്നുള്ളി, പച്ചമുളക്, വേപ്പില എല്ലാം കൂടിയിട്ട് എടുത്തിട്ടാട്ടോ ഉണ്ടാക്കുന്നത്. അതൊന്ന് മിക്സിയിലിട്ടിട്ട് ഒതുക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചമ്മന്തി സെറ്റാണ്. അപ്പോൾ ചീര വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നേരെ ഈ ചമ്മന്തി ആഡ് ചെയ്താൽ മതി. അത് കഴിഞ്ഞ് ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ലാസ്റ്റ് ഐറ്റം നമ്മളുടെ മത്തി അവിടെ ഓൾറെഡി മസാല തേച്ച് സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് നല്ല ചൂടുള്ള വെളിച്ചെണ്ണയിലേക്ക് നമ്മളെ മത്തി ഇടാം. മത്തി ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ വെക്കാം. നല്ല മത്തിയാണ് കേട്ടോ, നല്ല ഫ്രഷ് മത്തി. അപ്പോൾ ഉച്ചക്കലത്തെ എല്ലാ സംഭവങ്ങളും ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് കഴിക്കാൻ പോകാം കേട്ടോ. അപ്പം നല്ല മട്ട അരിയും പിന്നെ നല്ല ചീരപ്പേരി, മത്തി മുളകിട്ടതും മത്തി പൊരിച്ചതും. അപ്പോൾ ഇന്നത്തെ മെനു കണ്ടല്ലോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായോ? ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ പിന്നെ വരാം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. Bye.